ഹുസൈനാജി അല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ കുറച്ച് ദൂരത്തുനിന്നാ. നിങ്ങൾക്കൊരു പെരുന്നാൾ സമ്മാനം തരാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചതാ. ഇതാരാ തന്നത്? നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഇല്ല, എനിക്ക് അങ്ങനെ വേണ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല. ഞാൻ ഒറ്റത്തടിയാണ്. നിങ്ങൾക്ക് ആള് മാറിപ്പോരെ. നിങ്ങൾക്കൊരു ഉമ്മുകുൽസുന് ഓർമ്മയുണ്ടോ? ആ, മുപ്പത്തി തന്നെ പെരുന്നാൾ സമ്മാനാ. മുപ്പത്തി സ്വന്തമായിട്ട് തയ്ച്ചതാ. ഒരു ഷർട്ടാ. ഈ ഷർട്ട് ഇങ്ങൾക്ക് എത്തിക്കാൻ നമുക്ക് തന്നിട്ട് കുറേ ആയി. അതിനെങ്ങനെയാണ് ഒരു കച്ചവടം പൊട്ടി അതിന്റെ കടമ്പ് ഇടാൻ പറ്റാണ്ടായപ്പോ നിങ്ങൾ മൂപ്പത്തിനെ തനിച്ചാക്കി നാട് വിട്ടില്ലേ? പാവാണ് മൂപ്പത്തി. നിങ്ങൾ പോയ 30 കൊല്ലോ നിങ്ങളെ മോനെ പോറ്റാൻ ആ പാവം ചെയ്യാത്ത പണിയൊന്നും. നിങ്ങൾക്കങ്ങ് കൈ കഴിഞ്ഞ് പോയാൽ മതിയല്ലോ. നിങ്ങളെ വർത്താനം കേട്ട് നിങ്ങളെ കൂടെ ഇറങ്ങിപ്പോന്നിട്ട് ആ കുടുംബക്കാരൊന്നും അതിന് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഓന്റെ കാര്യം, എല്ലാരും സ്കൂളില് ഉപ്പാന്റെ കയ്യും പിടിച്ച് വരുമ്പോ ഓൻ ഉമ്മുക്കുൽസോന്റെ കയ്യും പിടിച്ച് ഗമയിലൊരു വരവുണ്ട്. ഉപ്പാന്റെ ഒരു കുറവും മുപ്പത്തി ഓന് വരുത്തിയിട്ടുമില്ല. പിന്നെ ഉപ്പാനെ കുറിച്ച് ഓൻ അധികം ചോദിക്കാറുമില്ല. ഉമ്മനെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാവും. എനിക്ക് എൻ്റെ ഉമ്മൂനൊന്ന് കാണും. അന്നത്തെ എടുത്തുചാട്ടത്തില് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലേ. നല്ലത് പറഞ്ഞുതരാൻ ആരും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ വാക്കും കേട്ടിട്ട് വീട്ടുകാരെ എല്ലാവരെയും വെറുപ്പിച്ച് പോകുന്ന അവളെ, എൻ്റെ ഉമ്മൂനെ നല്ല പോലെ ഒന്ന് നോക്കാൻ വരെ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് അവളെ കാണണം. അവളോട് മാപ്പ് പറഞ്ഞിട്ട് പൊരുത്തപ്പെടാൻ പറയും. മാപ്പ്? എൻ്റെ ഉമ്മ തന്നെ റമദാൻ മരണപ്പെട്ടു. പക്ഷെ മുപ്പത്തിക്ക് ഇങ്ങനെ ഭയങ്കര കാര്യം കേട്ടോ. നിങ്ങളോട് പൊരുത്തപ്പെടാണ്ട് മുപ്പത്തി ഏടപ്പാന. മുപ്പത്തിന് അവസാനത്തെ ഒരു വസിയത്തായിരുന്നു, കുപ്പായങ്ങൾക്ക് പെരുന്നാളെത്തിക്കണം. മോനെ, അങ്ങനെ വിളിക്കില്ല കേട്ടോ. ഞാനുള്ള മോനൊന്നുമല്ല. ഞാൻ എൻ്റെ ഉമ്മ മോനാ. അത് മതി. ആ